ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഫലൂദയാണ്. നമ്മൾ ഫലൂദ മിക്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 റോബസ്റ്റ്, 2 ആപ്പിൾ, ഒരു അനാറ്, പിന്നെ 1 ലിറ്റർ പാൽ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ഫലൂദ മിക്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പാലൊന്ന് ചൂടാക്കണം. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മുടെ ഫലൂദ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാലൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഫലൂദ മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഫലൂദ മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളിതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ജസ്റ്റ് ഈ ഫലൂദ മിക്സ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിന് ആവശ്യത്തിന് മധുരം ഈ ഫലൂദ മിക്സിലുണ്ട്. അപ്പോൾ ഇതൊരു ക്രീമാവണം, ക്രീം പോലെ ആയി വരണം. അതുവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ പറയാൻ ഇതൊരു സ്റ്റാർട്ടറായിട്ടും ഒരു ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ഫലൂദ കഴിക്കാനൊക്കെ തോന്നിയാൽ ഫലൂദ മിക്സ് വാങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ കടയിൽ. അപ്പോൾ നമ്മളിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ക്രീം പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ സെർവ് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് ചൂടാറിയ ശേഷം നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫലൂദ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളത് ഏതാണോ അവൈലബിളായ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്പിൾ എടുത്തിട്ടുണ്ട്, അനാർ എടുത്തിട്ടുണ്ട്, റോബസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇനി മാംഗോ, സ്ട്രോബെറിയോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഫലൂദ മിക്സിൽ തന്നെ അത്യാവശ്യം കുറച്ച് സേമിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരുപാട് അങ്ങോട്ട് ലാവിഷാക്കണില്ല, നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ഇട്ട് കൊടുക്കുക. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, സ്ട്രോബെറിയുടെ ഫ്ലേവർ തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ എഗ്ഗി നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ, വളരെ സിമ്പിളാണ്. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് കരിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫലൂദ മിക്സ് സെർവ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ മുകളിലൊരു സ്കൂപ്പ് ഐസ്ക്രീമും കുറച്ച് അനാറും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയും കൂടി വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.